നമുക്ക് അളവെടുത്ത് ഒരു പെറ്റിക്കോട്ട് തയ്ക്കാൻ പഠിക്കാം. ഇവിടുത്തെ അളവെന്ന് പറയുന്നത് ഇറക്കം 24 ഇഞ്ച്, അതായത് ഫുൾ ഇറക്കം 24, വണ്ണം വരുന്നത് 20, ബോഡി ഇറക്കം 10. ബോഡി ഇറക്കം എന്ന് പറയുമ്പോൾ പൊക്കിളിൻ്റെ മുകളിൽ വരെയുള്ള ഇറക്കമാണ് ബോഡി ഇറക്കം 10. അപ്പോൾ ഇറക്കം 24, വണ്ണം 20, ബോഡി ഇറക്കം 10. ഈ അളവുള്ളൊരു 4 വയസ്സുള്ള ഒരു മോളുടെ പെറ്റിക്കോട്ടാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. അത് ഞാൻ അളവ് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇറക്കം 24, വണ്ണം 20, ബോഡി ഇറക്കം 10ൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അളവുകളോ അളവെടുത്തിട്ട് ആ വണ്ണവും ആ ഇറക്കവും ആ ബോഡി ഇറക്കവും എടുക്കുമ്പോൾ ഏത് വണ്ണം എടുത്താലും ഏത് ഇറക്കം എടുത്താലും അതിൻ്റെ അളവനുസരിച്ചാണ് ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് ഫുൾ ഇറക്കമാണ് 0-5. ബോഡി ഇറക്കം എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 0-1, 2-3. അത് അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 0-1, 2-3. അതായത് ബോഡി ഇറക്കം എന്ന് പറയുമ്പോൾ പൂക്കളുടെ മുകളിൽ നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യുമല്ലോ, അവിടെ വരെയുള്ള ഇറക്കമാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് എത്രയാണോ ബോഡി ഇറക്കം, 10 ആണെങ്കിൽ 10.5 എടുക്കുക, 11 ആണെങ്കിൽ 11.5 എടുക്കുക, 12 ആണെങ്കിൽ 12.5 എടുക്കുക. അത് ഇറക്കം അടയാളം ചെയ്യുക. 0-1, 2-3. ബോഡി ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ ഇറക്കത്തിൻ്റെ കൂടെ പ്ലസ് 1/2 ഇഞ്ചും കൂടെ കൂട്ടുക. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 0-1, 2-3, ബോഡി ഇറക്കം പ്ലസ് 1/2 ഇഞ്ച്. അതായത് 0-1, 2-3, ബോഡി ഇറക്കം പ്ലസ് 1/2 ഇഞ്ച്. അത് മനസ്സിലായാലോ ബോഡി ഇറക്കം എടുക്കാൻ. ഇനിയും നമ്മൾക്ക് വണ്ണമാണ് കാണേണ്ടത്. വണ്ണം എന്ന് പറയുന്നത് നമ്മളൊരു തുണി എടുത്താൽ അത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടാണ് വെട്ടുന്നത്. അതുകൊണ്ട് വണ്ണത്തിൻ്റെ 4/1 കാണണം. 0-2, 1-3. ഇപ്പം വണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24 ആണ്. 24ൻ്റെ 4/1 എന്ന് പറയുന്നത് 6, 4, 24. 6 എടുത്തിട്ട് തുണി രണ്ടായിട്ട് തുണിയിൽ മടക്കി ഞാൻ കാണിക്കാം. എന്നാലും അളവ് ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. 0-2, 1-3. അതായത് വണ്ണം എത്രയാണോ വണ്ണത്തിൻ്റെ 4/1 കണ്ടിട്ട് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിടണം. 20 ആണെങ്കിൽ 4, 20 പ്ലസ് 1/2, 6.5 എടുക്കുക. 24 ആണെങ്കിൽ 6, 4, 24, 6 പ്ലസ് 1/2 എടുക്കുക. 28 ആണെന്നുണ്ടെങ്കിൽ 7, 4, 28, 7 പ്ലസ് 1/2 എടുക്കുക. അപ്പോൾ നമുക്ക് വണ്ണം കിട്ടും. ഇനിയും അടുത്തത്, ഇപ്പം വണ്ണം കാണാനും ബോഡി ഇറക്കം കാണാനും മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് വേണ്ടത് ഷോൾഡറാണ്. ഈ വരുന്ന കുട്ടികളുടെ ഷോൾഡർ അളന്ന് നോക്കണം. 0-8, അതായത് 0-8 ഷോൾഡറിൻ്റെ നേർപകുതി എടുക്കണം. ഷോൾഡർ ഇത് രണ്ടായിട്ട് മടക്കി ഇടുന്നത് കൊണ്ടാണ് ഈ പകുതി എടുക്കാൻ പറയുന്നത്. 0-8. ഇപ്പോൾ 10 ആണ് ഷോൾഡർ കൊണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. 12 ആണെന്നുണ്ടെങ്കിൽ 6 എടുക്കുക. 14 ആണെന്നുണ്ടെങ്കിൽ 7 എടുക്കണം. അപ്പം 0-8 ഷോൾഡർ കാണാനുള്ള അളവാണ്. പിന്നെ 0-7 എന്ന് പറയുന്നത് കഴുത്തകലമാണ്. അതാണ് എല്ലാവർക്കും തെറ്റുന്നത്. എല്ലാവർക്കും ചിലപ്പം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇട്ടാൽ ഊരിപ്പോകും. വലിയവർക്ക് എത്ര ഇഞ്ച് ഇടണം, ചെറിയവർക്ക് എത്ര ഇടണം, അതൊക്കെ നമ്മൾക്ക് ടെൻഷനാണ്. അതുകൊണ്ട് 0-7 എടുക്കുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വണ്ണം എത്രയാണോ വണ്ണത്തിൻ്റെ 12/1 കാണണം. ഇപ്പോൾ 24 ആണ്. അപ്പം നമ്മൾ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ കഴുത്തകലം വരുന്നത് വെറും 2 ഇഞ്ചാണ്. 2 ഇഞ്ച് 0-7, അതായത് 0-7 വരെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. വണ്ണത്തിൻ്റെ 12/1 കാണുക. എത്രയാണോ വണ്ണം, ഈ 0-7 നമ്മളൊരു പെറ്റിക്കോട്ടിൻ്റെ പടമാണ് ഈ വരച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ കഴുത്ത് കാണണമെന്നുണ്ടെങ്കിൽ 0-7. ഇപ്പം ഇറക്കം വണ്ണം ഇവിടെ 20 ആണ്. അപ്പോൾ 20ൻ്റെ 12/1 എന്ന് പറയുന്നത് നമ്മൾ ബൈ ചെയ്ത് കാണണം. എത്രയാ 1.25 വരും. അപ്പോൾ 1.8 വരും. ആ 1.8 എടുക്കണം. വണ്ണം 24 ആണെന്നുണ്ടെങ്കിൽ 0-7ൻ്റെ അളവ് 2 ഇഞ്ചാണ്. വണ്ണം 30 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12/1 പറയുന്നത് 2.5 ആണ്. അപ്പം വണ്ണം 32 ഉള്ള ഒരാളാണെങ്കിലോ അപ്പം അതിൻ്റെ അനുസരിച്ച് 2.5 പിന്നെ 1/4 ഇഞ്ചൂടെ 2.25 വരും. അപ്പം വണ്ണം എത്രയാണോ അതിൻ്റെ 12/1 കാണണം. 0-7 കഴുത്തകലം. ഞാൻ ഇവിടോട്ട് കഴുത്തകലം എന്ന് വേണേൽ എഴുതിയേക്കാം. 7 ഇവിടോട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴുത്തകലം, കഴുത്ത് അകലം. 0-9 ഫ്രണ്ട് കഴുത്ത്. ഇങ്ങനെ എഴുതി മനസ്സിലാക്കിക്കോ.
0-10 എന്ന് പറയുന്നത് ബായ്ക്ക് കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിറക്കാം, ഫ്രണ്ട് കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിറക്കാം. രണ്ടും ഒരു അളവ് തന്നെ വേണമെന്നുണ്ടെങ്കിലും എഴുതാം. രണ്ടും ഒരളവിൽ വെട്ടാം. കാരണം കഴുത്ത് നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പം വലിയവർക്ക് വെട്ടുന്ന ഉടനെ കഴുത്തകലം നല്ലതുപോലെ കഴുത്ത് ഇറക്കിയെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ മുകളിൽ നിൽക്കാതെ അടിയിലോട്ട് ഇറക്കിയിടാൻ കഴുത്തകലം ചുരിദാറിൻ്റെ ഫ്രണ്ട് കഴുത്ത് 6 ആണെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ടിൻ്റെ 7 ഇട്ട് വെട്ടണം. അങ്ങനെ അല്ലെങ്കിൽ 7.5 ഇട്ട് വെട്ടണം. എന്നാലേ ആ ബോഡി ഇറക്കം മേളിലോട്ട് പെറ്റിക്കോട്ടിൻ്റെ ഇത് കയറി പോകാതിരിക്കത്തുള്ളൂ. ഇനിയും 2-11 2-11 എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. ഇവിടോട്ട് എഴുതാം 2-11 കൈക്കുഴി. എത്രയാണോ വണ്ണം അതിൻ്റെ 1/6 വണ്ണത്തിൻ്റെ 1/6 എന്ന് പറയുമ്പോൾ ഇവിടെ വണ്ണം 20. അപ്പം 3 6 18 3/4 വരും. 2-11 എത്രയാണോ വണ്ണം വണ്ണത്തിൻ്റെ 1/6 കൈക്കുഴിയാണേ. ഇങ്ങനെ എല്ലാവരും എഴുതി വെച്ചു. കൈക്കുഴി 0 to 7 കഴുത്തകലം, 0 to 8 ഷോൾഡറാണ്. എത്രയാണോ ഷോൾഡർ അതിൻ്റെ നേർപകുതി. ഞാനിവിടെ എല്ലാം വിവരിച്ചെഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. 0 to 1 2 to 3 ഇത്രയും ബോഡി ഇറക്കമാണ്. ബോഡി ഇറക്കം. 0 to 2 1 to 3 ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 0 to 2 1 to 3 വണ്ണത്തിൻ്റെ 4 അതായത് വണ്ണമാണ്. വണ്ണത്തിന് മടക്കി ഇട്ടേച്ച് വരയ്ക്കാനാണ്. അതൊന്നുകൂടെ ഞാൻ തുണിയിൽ നല്ല വൃത്തിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വണ്ണം 0 to 1 2 to 3 ബോഡി ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ പ്ലസ് +1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. 0 to 2 1 to 3 വണ്ണമാണ്. 4/1 വണ്ണം പ്ലസ് 1/2 ഇഞ്ച് എടുക്കുക. 0 to 7 കഴുത്തകലം കാണാൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ണത്തിൻ്റെ 12 കാണുക. 0 to 9 ബായ്ക്ക് കഴുത്ത്, 0 to 10 ഫ്രണ്ട് കഴുത്ത് എത്രയാണോ നമുക്ക് കഴുത്ത് രണ്ടും ഒരുപോലെ വേണമെങ്കിലും പെറ്റിക്കോട്ടിന് വെട്ടാം. പിന്നെ ഫ്രണ്ട് ബായ്ക്ക് കയറി ഇരുന്നിട്ട് ഫ്രണ്ട് ഇറക്കി വെട്ടാം. ബായ്ക്ക് ഇറങ്ങി ഇരുന്നിട്ട് ഫ്രണ്ട് കയറ്റി വെട്ടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടിയെടുക്കാം. വണ്ണത്തിൻ്റെ 1/6 അതായത് എത്രയാണോ വണ്ണം അതിൻ്റെ 1/6 കണ്ടാൽ കൈക്കുഴി കിട്ടും. ഇപ്പോൾ 24 വണ്ണമുള്ള ഒരു മോൾഡ് ആണെന്നുണ്ടെങ്കിൽ 4/6 24, 30 ആണെന്നുണ്ടെങ്കിൽ 5/6 30, 36 വണ്ണം ഉള്ളതാണെങ്കിൽ 6/6 36. അപ്പം നമ്മൾക്ക് ടെൻഷനില്ല ഇത് എത്ര ഇഞ്ച് ഇവിടെ എടുക്കണമെന്നുള്ള ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾക്ക് അളവനുസരിച്ച് നമ്മൾക്ക് ഇത് മെഷർമെൻറ്റ്സ് മനസ്സിലാക്കി നമ്മൾ എടുക്കുക. അതായത് ഇത് എല്ലാവരും ബുക്കിലൊന്ന് എഴുതി വെച്ചിട്ട് ഈ പടവും വരച്ചിട്ട് ബുക്കിലൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വണ്ണം ഉള്ളൊരാൾക്കും വണ്ണം കുറഞ്ഞ വണ്ണം തൊട്ട് കൂടിയ വണ്ണത്തിന് ഈ അളവനുസരിച്ച് നമുക്ക് തുണി വെട്ടി എടുക്കാം. അടുത്തത് കാണേണ്ടത് 1 to 5 അതായത് 1 to 5 4 to 6. നമ്മൾ 1 to 5ഉം 4 to 6ൻ്റെയും അളവ് കാണണമെന്നുണ്ടെങ്കിൽ പെറ്റിക്കോട്ട് എത്ര ഇഞ്ച് ഇറക്കം ഇവിടെ 24 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബോഡി ഇറക്കം എടുത്തിരിക്കുന്നത് 10. അപ്പോൾ 24 - 10 ബാക്കി നമുക്ക് 14 കിട്ടും. അതിൻ്റെ കൂടെ ഫുള്ളിറക്കം 1 to 5 4 to 6 ഫുള്ളിറക്കം മൈനസ് ബോഡി ഇറക്കം. ഫുള്ളിറക്കം എന്ന് പറഞ്ഞാൽ 24. ഈ 24 - 10 വരുമ്പോൾ നമ്മൾക്കിവിടെ 14 കിട്ടും. 14 + 1 അപ്പോൾ 15 ഇഞ്ച് ഇവിടെ എടുക്കണം. ഫുള്ളിറക്കം 30 ആണെങ്കിലോ 30 ആണെങ്കിൽ ബോഡി ഇറക്കം ഒരു 14 ആയിരിക്കും. അപ്പം നമ്മൾ എത്രയാണോ ഫുള്ളിറക്കം ബോഡി ഇറക്കം മൈനസ് ചെയ്തിട്ട് +1 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ പെറ്റിക്കോട്ടിൻ്റെ വണ്ണമാണ് പ്ലീറ്റ്. ഇവിടെ പ്ലീറ്റ് ഇടാനുള്ള തുണിയാണ്. അപ്പം നമ്മൾക്ക് ചിലപ്പം വീതി ഇല്ലാത്ത തുണിയായിരിക്കാം, ചിലപ്പം വീതിയുള്ള തുണിയായിരിക്കാം, ചിലപ്പം കുറച്ച് പ്ലീറ്റ് മതിയായിരിക്കാം. അപ്പം തുണിക്ക് ചിലപ്പം വീതി അനുസരിച്ച് നമ്മൾ എത്രയാണോ അതായത് വണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കണം. 2 ഇരട്ടി എടുത്താലും നമുക്ക് നല്ല പ്ലീറ്റ് ഇട്ട് നല്ലതുപോലെ നമ്മൾക്ക് പെറ്റിക്കോട്ട് തയ്ച്ചു കൊടുക്കാം. തുണി കുറവാണെന്നുണ്ടെങ്കിൽ തീരെ കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് പെറ്റിക്കോട്ട് തയ്ച്ചു കൊടുക്കാം. അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് അതായത് തുണിയുടെ വീതി അനുസരിച്ച് വേണം നമ്മളിവിടെ അളവെടുത്ത് നമ്മൾ തയ്ക്കാനായിട്ട്.
അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തുണിയിൽ വെട്ടുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതുപോലെ എഴുതിയെടുക്കാൻ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനിത് ഇട്ടിരിക്കാം. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ സംശയം പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമ്മൾക്ക് 10 എടുക്കണം. ബോഡി ഇറക്കം 10. ഇത് നല്ല വീതിയുള്ള തുണിയാണ്. കൊച്ചളവായതുകൊണ്ട് തുണി വേസ്റ്റ് ആകാതെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. 10. 10 പോയിന്റ് ചെയ്തു. ഇപ്പം നമ്മൾ ആ 10 വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുവാണ്. ബോഡി ഇറക്കം കിട്ടി. ഇനി നമ്മൾ വണ്ണം എടുക്കാൻ പോവാണ്. വണ്ണം എന്ന് പറയുന്നത് ഇവിടെ 20 ഈ വണ്ണം കാണാൻ എന്ത് ചെയ്യണം? വണ്ണം കാണാൻ എന്തുവാ ചെയ്യേണ്ടത്? വണ്ണം കാണാൻ വണ്ണത്തിൻ്റെ 4/1 + 1/2. ഇവിടെ വണ്ണം 20. 20ൻ്റെ 4/1 എന്ന് പറയുന്നത് 5. 5 + 1/2 6.5 ഇഞ്ച് എടുക്കണം. 6.5 എടുത്തു. ആ 6.5 വെച്ച് മടക്കി. ഇപ്പോൾ വീതിയുള്ള തുണി ആയതുകൊണ്ട് നമ്മുടെ തുണി വേസ്റ്റ് ആകാതെ ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ വീതിക്ക് തന്നെ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ താഴോട്ട് മടക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു പീസേ ആയുള്ളൂ. നമുക്കൊരു പീസും കൂടെ കൂട്ടി വെട്ടാം. അപ്പം ബോഡി ഇറക്കം 10. 10ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 10 എടുത്തു. ഇനി നമ്മൾക്ക് കാണേണ്ടത് വണ്ണമാണ്. വണ്ണം എന്ന് പറയുന്നത് 20. 20ൻ്റെ 4/1 എന്ന് പറയുന്നത് 5. 5 + 1/2 6.5. ഈ 6.5 എടുത്തു. ഇനി നമ്മൾക്ക് കഴുത്തകലം കാണാൻ എന്ത് ചെയ്യണം? 0 to 7. 0 to 7 എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ 12/1. 20ൻ്റെ 12/1 കാണുക. 1.8 കിട്ടും. ആ 1.8 പോയിന്റ് ചെയ്തു. 1.25 ഒരു പോയിന്റും കൂടെ. പിന്നെ ഫ്രണ്ട് കഴുത്തെന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. നമ്മൾ ആ 3.5 പോയിന്റ് ചെയ്തു. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഞാനിവിടെ ഒരേ അളവാണ് എടുക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ 1.25 ഇട്ട് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1.25 ഒരു പോയിന്റ് വിട്ടിട്ട് ഇതൊരു ചതുരമാക്കി വരയ്ക്കുക. റൗണ്ട് കഴുത്താക്കി കൊടുത്താൽ മതി. ഇനി ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ 10. ആ 10ൻ്റെ നേർ പകുതി നമ്മൾ എടുക്കുക. 5. കൈക്കുഴി കാണാൻ എന്ത് ചെയ്യണം? കൈക്കുഴി കാണാൻ വണ്ണത്തിൻ്റെ 6/1 അതായത് 2 to 11. കൈക്കുഴി കാണാൻ ഇവിടെ വണ്ണം എന്ന് പറയുന്നത് 20. 20ൻ്റെ 6/1 എന്ന് പറയുന്നത് 3.25 വരും. ആ 3.25 നമ്മൾ പോയിന്റ് ചെയ്തു. വേട്ട ബോഡി പാർട്ട് വെട്ടിയെടുത്തു. കൈക്കുഴിയായി, കഴുത്തായി. ഇനി ഇത് നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കണം. അത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടാണ്. സ്കേർട്ട് എടുക്കാം. സ്കേർട്ടിൻ്റെ ഇറക്കം കാണാൻ ഞാനിവിടെ പറഞ്ഞായിരുന്നു ഫുള്ളിറക്കം എത്രയാണോ. അതായത് ഫുള്ളിറക്കം എന്ന് പറയുന്നത് ഇവിടെ 24. ഈ 24ൻ്റെ -24 ബോഡി ഇറക്കം എടുത്തത് നമ്മൾ 10.5. അപ്പോൾ 24ന് 10 പോകെ എത്രയുണ്ടോ അത്രയും എടുക്കണം.
പ്ലസ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടാതെ 10 ഇഞ്ചാണ് എടുത്തത്. അപ്പം 24 മൈനസ് 10 ബാക്കി 14 ഇഞ്ച് വരും. ആ 14ൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് മടക്കി തയ്ക്കാനും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 15 ഇഞ്ച് ഇറക്കം എടുക്കണം. ബോഡി സ്കേർട്ടിൻ്റെ ഇറക്കം 15. അപ്പോൾ അത് ഒരു മടക്കൂടെ കൊടുക്കുക, 2 പീസാക്കണം. അത് ഇത്രയേ ഉള്ളൂ ബാലൻസ്. നമുക്ക് അത് അത്രയുമായിട്ട് കട്ട് ചെയ്ത് കളയേണ്ട. അത് 2ആയിട്ട് മടക്കി നമുക്ക് നേർപകുതിയാക്കി എടുക്കാം. തൊട്ട് കട്ട് ചെയ്യുക. വണ്ണം വെറ്റിക്കോട്ടിന് പ്ലീറ്റ് ഇടാനാണ്. ഉള്ള വണ്ണം അനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം സ്കേർട്ടും വെട്ടി. ഇതാണ് ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ ചുരുക്കിട്ട് ഇങ്ങനെ വണ്ണം ഇതനുസരിച്ച് ഞാനത് തയ്ച്ച് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ചുരുക്കിട്ട് തയ്ച്ച് കൊടുക്കണം. എന്നിട്ട് തയ്ച്ചിട്ട് നമ്മൾ ഫുള്ളിറക്കം നോക്കണം. ഫുള്ളിറക്കം നോക്കിയിട്ട് 24 ഇഞ്ചിൻ്റെ ബാക്കി എത്രയുണ്ടോ നമ്മൾ വീതിക്ക് താഴെ മടക്കി അടിച്ച് കൊടുക്കാം. നോട്ടനുസരിച്ച് തയ്ക്കുവാണെങ്കിൽ ആദ്യം ഷോൾഡർ കൂട്ടിച്ചേർക്കാം. ചെറുക എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ഞാൻ ചെറുകയാണ് തയ്ക്കുന്നത്. സ്പീഡ് കൂടി തയ്ക്കുന്നില്ല. ഒരടിയും കൂടെ തിരിച്ച് തയ്ച്ച് കൊടുക്കാം. അടുത്തത് കഴുത്തും കൈക്കുഴിയും ചുരുട്ടിയടിക്കുക എന്നുള്ളതാണ്. കൈക്കുഴി ചുരുട്ടിയടിക്കുകയാണ്. ചുരുട്ടിയടിക്കുമ്പോൾ ആദ്യമേ ഇങ്ങനൊരു മടക്കങ്ങ് മടക്കുക. തീരെ അറിവില്ലാത്തവരൊക്കെ, ഞാനൊക്കെ തയ്യൽ പഠിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. ആദ്യം ഒരു മടക്കിയിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ വേണ്ട, അതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് തയ്ക്കാൻ നേരത്ത് ഒരു മടക്കും കൂടെ വെച്ച് തയ്ച്ച് കൊടുത്താൽ മതി. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറുക നമ്മൾ ആ മടക്കനുസരിച്ച് ചെറുക ഈ ഷേപ്പ് അനുസരിച്ച് ചെറുക തയ്ച്ച് കൊടുക്കണം. ഞാൻ സാധാരണ സ്പീഡ് കൂട്ടിയാണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനത് ചെറുത് ചുരുക്കം വരാതെ നമ്മൾ വൃത്തിക്ക് തയ്ച്ചെടുക്കാം. ഇനിയും അപ്പുറത്തെ കൈക്കുഴിയും കൂടെ അതുപോലെ തന്നെ മടക്കുക. ഇതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മടക്കിയിട്ടുണ്ടോ? ഇനി ഒരമർത്താൻ ഇതാ. എന്നിട്ട് നമ്മളത് ഒരു മടക്കൂടെ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക. കൈക്കുഴിയും കഴിച്ച് കഴിക്കുമ്പോൾ സ്പീഡ് കുറച്ച് നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തയ്യൽ തെന്നി നീങ്ങാതെ ഇതുപോലെ ശ്രദ്ധിച്ച് തയ്ച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ കൈപ്പിടി രണ്ടും അടിച്ചു കഴിഞ്ഞു. ഇനിയും കഴുത്താണ്. കഴുത്തും അതുപോലെ തന്നെ നമ്മൾ ചുറ്റുക.
ചിലർ ക്രോസ് പീസ് വെച്ച് അകത്തോട്ട് മടക്കി അടിക്കും. ക്രോസേ തുണി വെട്ടി എടുത്തിട്ട് മടക്കി അകത്തോട്ട് വെച്ച് തയ്ച്ച് കൊടുത്താലും ഉണ്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഇതൊരു മടക്കൂടെ മടക്കി നമുക്ക് കഴുത്തും കൂടെ ചുറ്റി അടിക്കാം. അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ കഴുത്തും ചുറ്റി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണം അടിക്കാനാണ്. തിരിച്ചിട്ടതിന് ശേഷം വണ്ണം അടിച്ചു കൊടുക്കാം. നമ്മൾ അളവനുസരിച്ചാണല്ലോ വണ്ണം അടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ വണ്ണം അടിച്ചു കൊടുക്കുക. വണ്ണം അടിച്ചതിന് ശേഷം നമ്മൾ ഇത് 4ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ ഏറ്റവും നടുക്കത്തെ പോയിൻ്റ് കണ്ടു. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഏറ്റവും പോയിൻ്റ് കണ്ടു. ഈ സൈഡ് ഇപ്പോൾ അടിക്കണ്ട. അപ്പോൾ അത് നമ്മൾ ബോഡി പാർട്ട് തയ്ച്ച് അത് മാറ്റി വെച്ചു. ഇനിയും സ്കേർട്ടാണ് എടുക്കുന്നത്. സ്കേർട്ടിനകത്തിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 പീസ് തമ്മിൽ ആദ്യം കൂട്ടിയടിക്കുക. കൂട്ടി അടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെയും ഇത് 2 പീസാണല്ലോ, ഇത് 2ആയിട്ടൂടെ മടക്കുമ്പോൾ നമുക്ക് 4 പീസാകും. നമ്മൾ ഇതിൻ്റെയും പോയിൻ്റ് നേർപ്പകുതി കാണുക. കണ്ടിട്ട് നമ്മളിനി പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ തയ്ച്ച നേർപ്പകുതിയുടെ ഒരു പോയിൻ്റ്, പിന്നെ ഇവിടെ ഒരു പോയിൻ്റ്. അപ്പോൾ അങ്ങനെ പോയിൻ്റ് കിട്ടിയല്ലോ. അപ്പം നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. പ്ലേറ്റ് ഇടാനായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുത്താലേ നമുക്കത് പ്ലേറ്റ് ഇടാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ കണ്ടോ, അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെറുക പ്ലേറ്റ് ഇടുന്നത്. മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ധൃതി വെച്ച് തയ്ക്കാതെ കണ്ടോ ഇങ്ങനെ. നമ്മൾ ഇത്രയും ഭാഗം അടിച്ചെടുത്തല്ലോ. നമ്മൾ ഈ പോയിൻ്റ് ചെയ്തല്ലോ, ഈ പോയിൻ്റ് ചെയ്തതിൻ്റെ കണ്ടോ, ഈ തുമ്പ് തൊട്ട് ഇവിടെ വരെയുള്ള വണ്ണം നമുക്ക് കിട്ടിയെന്ന് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയാണ് ഈ പോയിൻ്റ് കൊടുക്കുന്നത്. അപ്പം ഈ പോയിൻറ്റും ഒരുപോലെ ആയിരിക്കണം. അതിന് വേണ്ടിയാണ് അതങ്ങനെ നമ്മൾ പോയിൻ്റ് ചെയ്ത് മനസ്സിലാക്കി തരുന്നത്. അപ്പം നേർപകുതി വരുന്ന ഉടനെ ആ പകുതിയായോ എന്ന് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അപ്പം ഞെറിവ് കുറവാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലേറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. തുണി വേസ്റ്റാക്കി വെട്ടിമുറിച്ച് കളയരുത്.
നേർപകുതി നമ്മൾ അടിച്ചു. ഇപ്പോൾ നമുക്ക് നോക്കാം പകുതിയായോ എന്ന്. കണ്ടോ, നേർപകുതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റ് ഓൾറെഡി എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ തുണിയും സ്കേർട്ടും കൂടെ നമുക്ക് ഇങ്ങനെ ചുറ്റി വെച്ച് നോക്കാം, വണ്ണം പരുവാണോ അല്ലയോ എന്ന്. നമ്മളിങ്ങനെ ചുറ്റി ഒന്ന് വെച്ച് നോക്കണം. ഉണ്ടോ, നമുക്ക് പരുവത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിയടിക്കാം. അപ്പോൾ ഈ ഒരു കോണിയും തുടങ്ങാം. ശ്രദ്ധിക്കുക, തയ്ക്കുമ്പോൾ ഈ അടിയിൽ തയ്ച്ച് നോക്കിയിട്ട് ഈ അടിയിൽ കയറി പിടിക്കാതെ നമ്മൾ കുറച്ച് തയ്ച്ച് പോകണം. ഇവിടെ ഒരു തുമ്പ് ഇച്ചിരി അധികം വരുന്നുണ്ടോ, ഒരു കുഞ്ഞു പ്ലേറ്റും കൂടെ ഇടയ്ക്കോട്ട് അങ്ങോട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. കാര്യം കട്ട് ചെയ്ത് വെറുതെ കളയല്ല. കണ്ടോ, ചുറ്റി തയ്ച്ചിട്ടാണ്. കണ്ടോ, ചുറ്റി അടിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുറംകാണി അടിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, പ്ലേറ്റിൽ കൂടെ അല്ല പുറംകാണി അടിക്കേണ്ടത്. ഈ ബോഡി പാർട്ടില്ലേ, ഈ ബോഡി പാർട്ടിൻ്റെ തയ്യൽ തുമ്പ് ഇതിൻ്റെ തയ്യൽ തുമ്പ് കൂടെ മുകളിലോട്ട് വെച്ചിട്ട് ഈ ബോഡി പാർട്ടിൽ കയറി വേണം നമ്മൾ പുറംകാണി അടിക്കാൻ. ഇതേലല്ല അടിക്കേണ്ടത്. കണ്ടോ, ഞുറു വിട്ടതേ തയ്ക്കരുത്. ഈ ബോഡി പാർട്ടിൻ്റെ തുണിയിലോട്ട് നമ്മൾ ചെറുത് അത് ഇങ്ങനെ വെച്ച് കൊടുക്കണം പുറംകാണി അടിച്ച് കൊടുക്കണം. പെറ്റിക്കോട്ട് ഏകദേശമൊക്കെ തായി. ഇനി ഈ സൈഡ് അടിക്കാം. വണ്ണം ഈ സൈഡ് അടിക്കട്ടെ. നമ്മൾ ഈ സൈഡും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇറക്കമാണ് അടിക്കേണ്ടത്. ഇറക്കം എത്രയാണോ അത്രയും പോയിന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഇറക്കം 24 എടുത്തത്. ആ 24 എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. കണ്ടോ, 24 ഇറക്കമാണ്. ആ 24 ഇറക്കത്തിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ 2 മടക്കായിട്ടിട്ട് മടക്കി അടിച്ചു കൊടുക്കുവാണേ. ചുറ്റി അടിക്കണം. പെറ്റിക്കോട്ട് തയ്ച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ബോഡി പാർട്ട് 10 ഇഞ്ച് എടുത്തു. 10 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 10.5 എടുത്തു. സ്കേർട്ട് ഫുള്ളിറക്കം 24 ആ 24 ബോഡി പാർട്ട് 10.5 പോയി. 10 1 ഇഞ്ച് തയ്യൽ തുമ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് 14 ഇഞ്ച് 14+1 സ്കേർട്ടിൻ്റെ അളവെടുത്തു.
വണ്ണം കാണാൻ എത്രയാണോ വണ്ണം അതിൻ്റെ നമ്മൾ മടക്കിയിട്ടാണല്ലോ ഇത്. ഇപ്പം 2 പീസാണ്, ഇങ്ങനെ മടക്കുമ്പോൾ അത് 4 പീസാകും. അപ്പം 4 വണ്ണം പ്ലസ് 1.5 ഇഞ്ച് കൂട്ടിയെടുത്തു. കഴുത്തകലം കാണാൻ 12 എടുത്തു. കൈക്കുഴി കാണാൻ 6 എടുത്തു. കഴുത്ത് ഇറക്കം എത്രയാണോ ഓരോരുത്തരുടെ ഇറക്കം അനുസരിച്ച് നമ്മളത് എടുത്തു. പിന്നെ ഇറക്കം ഫുള്ളിറക്കമാണെങ്കിൽ എത്രയാണോ ഫുള്ളിറക്കം അതിൻ്റെ ബോഡി ഇറക്കം വെട്ടി മാറ്റിയിട്ട് ബാക്കി ആ ഫുള്ളിറക്കത്തിൽ നിന്ന് ബോഡി ഇറക്കം മൈനസ് ചെയ്തിട്ട് തയ്യൽത്തും 1 ഇഞ്ചും കൂടെ. ഇച്ചിരി വീതിയൊക്കെ ഉള്ള കൊച്ചു പിള്ളേരെ ഇച്ചിരി അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ഇറക്കം ബോഡി സ്കേർട്ടിൻ്റെ ഇറക്കം ഒരു 2 ഇഞ്ച് കൂടെ പ്ലസ് 2 ഇഞ്ച് കൂടെ ഇടാം. കാരണം വീതിക്ക് മടക്കി അടിച്ചാൽ ഇച്ചിരി ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിതിപ്പം ചുരുട്ടിയാണല്ലോ അടിച്ചത്. നമ്മൾ ഈ കഴുത്തിനെല്ലാം ക്രോസ് പീസ് വെച്ച് അകത്തോട്ട് മടക്കി അടിച്ചു കൊടുത്താൽ നമ്മൾക്ക് സ്കൂൾ യൂണിഫോമിൻ്റെ ടോപ്പായിട്ട് ഇതെടുക്കാം. കാരണം കഴുത്ത് ചുരുട്ടി അടിക്കാതെ സ്കൂൾ യൂണിഫോമിൻ്റെ തയ്യൽ ഇത് തന്നെയാണ്. നമ്മൾ ക്രോസ് വെച്ച് കൈക്കുഴിയും കഴുത്തും അടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ വലിയ പ്ലീറ്റ് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഇത് തന്നെയാണ് കൊച്ചു പിള്ളേർക്ക് നമ്മൾ സ്കൂൾ യൂണിഫോം കൊച്ചു പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് ഉപയോഗിക്കാം. വലിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ കഴുത്തിനും കൈക്കുഴിക്കും ക്രോസും അടിച്ചു കൊടുത്താൽ നമുക്കത് യൂണിഫോമായിട്ട് തയ്ച്ചെടുക്കാം.